സെറം നമ്മുടെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഏത് സെറം യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുക, അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണോ നിങ്ങൾ? എങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വ്യത്യസ്ത സെറങ്ങളും അത് യൂസ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഹൈലറോണിക് ആസിഡ്, നയാസിനമൈഡ് സെറം, വൈറ്റമിൻ സി സെറം, റെറ്റിനോൾ, കോജിക് ആസിഡ്, അങ്ങനെ ഒരുപാട് സെറംസ് ഇപ്പോൾ പലരും യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് തരുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന സെറം ഏതാണ്, ഡെയിലി യൂസിന് നല്ലതായിട്ടുള്ള സെറം ഏതാണ്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ സെറമായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നയാസിനമൈഡ് സെറമാണ്. അപ്പോൾ ഈ ഒരു നയാസിനമൈഡ് സെറം നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മൈൽഡ് ആയിട്ടുള്ള ഒരു സെറമാണ്. നമ്മുടെ സ്കിൻ മെയിനായിട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ആക്നീസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിൻ ഉണ്ടാകുന്ന പോഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈവൻ സ്കിൻ ടോൺ തരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഭയങ്കരമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കരുത്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടെക്സ്ചർ തന്നെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറമാണ്. അപ്പോൾ ഈ ഒരു നയാസിനമൈഡ് നമുക്ക് ഡെയിലി പ്രൈസ് എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെയിലി 2 പ്രാവശ്യം യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് വൈറ്റമിൻ സി സെറമാണ്. ഇത് മെയിനായിട്ടും നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്നിലുള്ള ആൻറ്റി ഏജിങ് പ്രൊഡക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് വൈറ്റമിൻ സി സെറം. നമ്മുടെ സ്കിന്നിൽ മെയിനായിട്ടും നമുക്ക് ഒരു വിസിബിൾ ആയിട്ടുള്ള ബ്രൈറ്റ്നസ് നമ്മുടെ സ്കിന്നിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളതാണ് വൈറ്റമിൻ സി. നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സ്കാർസ് ഒക്കെ ഫെയ്ഡ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈവൻ സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ സിയും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മോർണിംഗ് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സൺസ്ക്രീൻ വെച്ചിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് വൈറ്റമിൻ സി സെറം. അടുത്തതെന്ന് പറയുന്നത് കോജിക് ആസിഡ് ആണ്. ഇത് മെയിനായിട്ട് നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, മെലാസ്മ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്കാർസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും ഉണ്ട്. റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ഒരു സെറം എന്ന് പറയുന്നത് റെറ്റിനോളിന്റെ സെറമാണ്. അപ്പോൾ റെറ്റിനോൾ എന്ന് പറയുന്നത് ഡെയിലി യൂസിന് നല്ലതാണെന്നാണ് പറയാറ്. പക്ഷേ കുറേ പേർക്കൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടാവുക ഒരാഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതലും നന്നായിട്ടുണ്ടാവുക റെറ്റിനോൾ നമ്മൾ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ്. നൈറ്റ് ടൈമിൽ യൂസ് ചെയ്തതിന് ശേഷം സാധാ ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡേ ടൈമിൽ യൂസ് ചെയ്താൽ ഇത് ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ എയറിൻ്റെയും ഒക്കെ പ്രസൻസിൽ ഡീആക്ടിവേറ്റ് ആവും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നൈറ്റ് ടൈമിലാണ് റെറ്റിനോൾ യൂസ് ചെയ്താൽ കൂടുതൽ റിസൾട്ട് കിട്ടുക. അപ്പോൾ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം എന്നുള്ള രീതിയിൽ ഒരാഴ്ചയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു റെറ്റിനോളിന് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈവൻ സ്കിൻ ടോൺ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആക്നീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ സ്കിന്നിലെ കൊളാജിൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് റിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ കുറച്ച് നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ യൂത്ത്ഫുൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഹൈലറോണിക് ആസിഡ് ആണ്. ഹൈലറോണിക് ആസിഡ് നമ്മുടെ ചെറിയ നനവോട് കൂടിയിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പുതിയ സ്കിൻ സെൽസ് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ യൂത്ത്ഫുൾ ആയിട്ടും യങ് ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് ഹൈലറോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കുന്നതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിലാണ് സ്കാറിംഗ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് ആണ്. സാലിസിലിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആക്നീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സാലിസിലിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫോർഹെഡിൽ ഉണ്ടാകുന്ന ചെറിയ പിമ്പിൾസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്കിൻ ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് ഓരോ സെറം യൂസ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ചേരുന്ന രീതിയിലുള്ള സെറം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.